അഗാരോൻ്റെ ഹൈ പ്രഷർ വാഷർ പമ്പാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനായിട്ട് പോണത്. നമ്മുടെ വീട്ടിലെ ഉപയോഗം എന്ന് പറയുമ്പോൾ നമ്മുടെ കാറ് ക്ലീൻ ആക്കാനായിട്ട്, ബൈക്ക് ക്ലീൻ ആക്കാനായിട്ട്, ഫ്ലോറ് ക്ലീൻ ആക്കാനായിട്ട്, മതിൽ ക്ലീൻ ആക്കാനൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു പ്രൊഡക്റ്റാണ്. നമ്മുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും എന്ന് പറയാവുന്ന ഒരു പ്രൊഡക്റ്റാണ്. പലപ്പോഴായി നമുക്ക് വാങ്ങിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പ്രൊഡക്റ്റായിരിക്കും ഇത്തരത്തിലുള്ള ഹൈ പ്രഷർ വാഷർ പമ്പുകൾ. ഒത്തിരി കാശ് കൊടുത്ത് നമ്മൾ ഒരെണ്ണം വാങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ആവശ്യം എന്താണ്, നമ്മുടെ ഉപയോഗം എന്താണെന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ ഇതൊരെണ്ണം വാങ്ങാനായിട്ട്. ഇപ്പം നമ്മുടെ ആവശ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞുകൊണ്ട് നമ്മുടെ വീട്ടിലെ ബൈക്ക് ക്ലീൻ ആക്കാനും, കാറ് ക്ലീൻ ആക്കാനും, ഫ്ലോറ് ക്ലീൻ ആക്കാനും, അതുപോലെ തന്നെ മതിൽ ക്ലീൻ ആക്കാനൊക്കെ ആണെങ്കിൽ 120 ബാർ മാക്സിമം പ്രഷർ ഔട്ട്പുട്ടുള്ള മോഡൽ നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി. 80 ബാർ മുതൽ 120 ബാർ വരെയുള്ള മോഡൽസ് നിങ്ങൾ ഇത്തരം ഉപയോഗങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഫ്ലോർ ക്ലീനിങ് ആണ് കുറച്ചുകൂടി കൂടുതലായിട്ട് ചെയ്യേണ്ടതെങ്കിൽ 120 ബാർ മുതൽ 150 ബാർ വരെ പ്രഷർ ഔട്ട്പുട്ടുള്ള മോഡലുകൾ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇനി അതും പോരാ, അതിനേക്കാൾ ഹൈ പ്രഷർ ആയിട്ടുള്ള മോഡൽ വേണം, നിങ്ങൾക്ക് ഫ്ലോർ ക്ലീനിങ് ആണ് മാത്രമായിട്ടാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതൊരു ജോലിയായിട്ട് പ്രൊഫഷണലായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ടാണെന്നുണ്ടെങ്കിൽ അത്തരം ആളുകൾ നിങ്ങൾ 150 ബാറിന് മേളിലേക്കുള്ള മോഡലാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നമ്മുടെ ഉപയോഗം എന്താണ്, നമ്മുടെ ആവശ്യം എന്താണെന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ഈ ഒരു മോഡൽ സെലക്ട് ചെയ്യാനായിട്ട്. സ്വാഭാവികമായിട്ട് അതിൻ്റെ ആ ഒരു പ്രഷർ കൂടിയ മോഡലിലേക്ക് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ, ഇപ്പോൾ 150 ബാറിന് മേളിലേക്ക് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് പൈസ കൂടുതലായിരിക്കും, അതുപോലെ തന്നെ അതിന് കറണ്ട് കൺസപ്ഷനും കൂടുതലായിരിക്കും. ഇനി പ്രൊഡക്റ്റിലേക്ക് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതാണ് അഗാരോൻ്റെ ഹൈ പ്രഷർ വാഷർ പമ്പ് വരുന്നത്. ഹൈ പ്രഷർ വാഷർ പമ്പ് എന്നാണ് പറയണത്. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1800 വാട്ട്സാണ് ഇതിൻ്റെ പവർ വരുന്നത്. 120 ബാറാണ് ഇതിൻ്റെ മാക്സിമം പ്രഷർ ഔട്ട്പുട്ട് വരുന്നത്. മോട്ടോർ യൂണിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലായിരിക്കും വന്നേക്കണത്. ഞാൻ പറഞ്ഞിരുന്നു 1800 വാട്ട്സാണ് ഇതിൻ്റെ പവർ വരുന്നത്. 120 ബാറാണ് ഇതിൻ്റെ മാക്സിമം പ്രഷർ ഔട്ട്പുട്ട് വന്നേക്കണത്. മെറ്റൽ ബോഡി അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കുമാണ് ഇതിൻ്റെ ബോഡി ആയിട്ട് പറയാനുള്ളത്. മിക്സ് ആയിട്ടുള്ള ഒരു ബോഡിയാണ് നമുക്കിതിൽ വന്നേക്കണത്. നമുക്കതിൽ ഇങ്ങനെ പിടിച്ച് മാറ്റി വെക്കാനൊക്കെ ആയിട്ട്, പൊക്കാനൊക്കെ ആയിട്ട് ഒരു ഹാൻഡിലിൻ്റെ ഭാഗം നമുക്കിവിടെ മേളിലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്കിവിടെ ഫ്രണ്ടിലായിട്ടൊരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓൺ ആക്കാനും ഓഫ് ചെയ്യാനായിട്ടാണ് ഈ സ്വിച്ച് വന്നേക്കണത്. അത് ഇത്തരത്തിൽ കവറിങ് ആയിട്ട് സേഫ്റ്റി ആയിട്ടാണ് കൊടുത്തേക്കണത്. പിന്നെ നമുക്കിതിൻ്റെ ആ ഒരു കോഡ് വയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലാണ് വന്നേക്കണത്. പ്ലഗിൻ്റെ ഭാഗം വന്നേക്കണതാണ്. 3 മീറ്ററാണ് ഈ ഒരു കോഡ് വയറിൻ്റെ നീളം വരുന്നത്. നമുക്കിതിൻ്റെ മേളിലായിട്ട് നമുക്ക് ആ ഒരു പ്രഷറൊക്കെ ഗൈഡ് ചെയ്യാനായിട്ടുള്ള ആ ഒരു സംവിധാനം ഇതിൻ്റെ മേളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വെള്ളം കണക്ട് ചെയ്യാനായിട്ടുള്ള ആ ഒരു ഭാഗം, ആ ഒരു ഓസ് കണക്ട് ചെയ്യണ ഭാഗം വരുന്നതാണ്. അതുപോലെ തന്നെ വെള്ളം നമുക്ക് പുറത്തോട്ട് നമുക്ക് ഗണ്ണിലേക്ക് കണക്ട് ചെയ്യാനായിട്ടുള്ള ആ ഒരു ഭാഗം വന്നേക്കുന്നതാണ്. ഇനി കണക്റ്റിംഗ് ആക്സറീസ് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഗണ്ണ് വരുന്നതാണ്, ഇല്ലറ്റ് പൈപ്പ് വരുന്നതാണ്, വെള്ളം മോട്ടോർ യൂണിറ്റിലേക്ക് കണക്ട് ചെയ്യാനായിട്ടുള്ള പൈപ്പ്. നമുക്ക് 3 മീറ്ററാണ് ഇതിൻ്റെ നീളം വരുന്നത്. ഔട്ട്ലെറ്റ് ഓസ് വരുന്നതാണ്. നമ്മുടെ മോട്ടോർ യൂണിറ്റിൽ നിന്ന് ഗണ്ണിലേക്ക് കണക്ട് ചെയ്യാനായിട്ടുള്ള പൈപ്പാണ് ഇത് വന്നേക്കണത്. 8 മീറ്ററാണ് ഇതിൻ്റെ നീളം വരുന്നത്. അടുത്തത് ടാപ്പ് കണക്ടർ, ഇല്ലറ്റ് ഫിൽറ്റർ, ഇല്ലറ്റ് കണക്ടർ, ബക്കറ്റ് ഫിൽറ്റർ, ഫോം സ്പ്രേ ബോട്ടിൽ, ഗൺ എക്സ്റ്റൻഷൻ റാഡ് വരുന്നതാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു മോഡലിൻ്റെ കൂടെ കിട്ടണത്. നമുക്ക് വേണ്ട എല്ലാ ഐറ്റംസും നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. ഇനി നമുക്കിത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഇല്ലറ്റ് ഫിൽറ്റർ കണക്ട് ചെയ്യണം. ഈ ഇല്ലറ്റ് ഫിൽറ്റർ എന്തിനാണ് കണക്ട് ചെയ്യണമെന്ന് മുമ്പേ പറഞ്ഞതാണ്. നമ്മുടെ ടാങ്കിൽ നിന്ന് തന്നെ വെള്ളത്തിൽ എന്തെങ്കിലും കരട് കാര്യങ്ങളുണ്ടെങ്കിൽ അത് മോട്ടറിലേക്ക് കയറാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഇല്ലറ്റ് ഫിൽറ്റർ കണക്ട് ചെയ്യണത്. അത് കണക്ട് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. നമുക്ക് ഇവിടെ ഈ രീതിയിൽ അത് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഈ രീതിയിൽ തിരിച്ച് നമുക്കത് ടൈറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട് നമ്മൾ ടാപ്പ് കണക്ടർ കണക്ട് ചെയ്യണം. ടാപ്പിലേക്ക് കണക്ട് ചെയ്യാനായിട്ടുള്ള ഈ ഒരു ടാപ്പ് കണക്ടർ കണക്ട് ചെയ്യണം. ഇത് ലൂസാക്കി കൊടുക്കുക. ഇത് ശരിക്കും അതിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു ടാപ്പ് കണക്ടറിലേക്ക് ഇപ്പോൾ ഓസ് ഈ രീതിയിൽ വെച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഓസ് ഈ ടാപ്പ് കണക്ടറായിട്ട് ടൈറ്റായി. ഇനിയിപ്പോൾ ഇത് ഊരിപ്പോരില്ല. ഈ രീതിയിൽ ഇത് സെറ്റ് ചെയ്യുക. അതിന് ശേഷം ഇത് പൈപ്പിലേക്ക് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഇല്ലറ്റ് കണക്ടർ നമുക്ക് ഈ ഒരു പൈപ്പിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഇത് ഈ രീതിയിൽ ഊരിയെടുക്കുക. അതിനുശേഷം ഇങ്ങനെ ഇടുക. നമുക്ക് ഈ ഒരു പൈപ്പ് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് പ്രസ് ചെയ്യുക. എന്നിട്ട് ഇവിടെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഈ ഒരു കണക്ടർ സെറ്റ് ചെയ്യേണ്ടത്. വളരെ എളുപ്പമാണ്. നമുക്ക് ഈ രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഊരിയെടുക്കാനായിട്ട് സാധിക്കില്ല, പിന്നെ വെള്ളം ലീക്ക് വരാനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിലൊക്കെ ഈ ഒരു സംഭവമായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യണത് വളരെ എളുപ്പമാണ്. അതിനുശേഷം നേരെ ഈ ഒരു ഫിൽറ്റർ നമ്മൾ പറഞ്ഞില്ല, ഈ ഒരു ഫിൽറ്ററിലേക്ക് ഈ രീതിയിൽ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതവിടെ സെറ്റായി. ഇനി ഔട്ട്ലെറ്റ് ഹോസ് നമുക്ക് മോട്ടർ യൂണിറ്റിലേക്ക് കണക്ട് ചെയ്യണം. അതിനായിട്ട് നമുക്ക് തിരിച്ച് പിടിച്ചിട്ട് ഇത് ഇവിടെയാണ് അതിൻ്റെ കണക്ട് ചെയ്യേണ്ടത്. ഈ രീതിയിൽ അത് ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ അതവിടെ പ്രസ്സായില്ലേ. അതിനുശേഷം ഇത് തിരിച്ച് നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഈ രീതിയിൽ അത് തിരിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഈ ഗണ്ണിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് ഈ രീതിയിൽ ഇങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി. അതിനുശേഷം ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഗണ്ണിലേക്കും നമ്മൾ ഈ ഒരു ഔട്ട്ലെറ്റ് ഹോസ് സെറ്റ് ചെയ്തു. നമുക്ക് ഇത്തരത്തിൽ ഒരു ഷോർട്ട് ഗണ്ണായിട്ട് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഈ രീതിയിൽ അതിനുശേഷം ഗൺ എക്സ്റ്റൻഷൻ റാഡ് കണക്ട് ചെയ്യണം. ഈ ഒരു റാഡ് കണക്ട് ചെയ്യണം എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി പവറായിട്ട്, എന്ന് വെച്ചാൽ നല്ല പോയിൻ്റ് ചെയ്ത് വാഷ് ചെയ്യാനായിട്ട്, ഫ്ലോർ വാഷ് ചെയ്യാനായിട്ട്, കൂടുതൽ അഴുക്ക് പോകാനായിട്ട്, റെയിൻബോ രീതിയിൽ നമുക്ക് വാഷ് ചെയ്യാനൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ ഒരു എക്സ്റ്റൻഷൻ, എന്ന് വെച്ചാൽ ഈ ഒരു ഗൺ എക്സ്റ്റൻഷൻ റാഡ് കണക്ട് ചെയ്യണത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ ആയിരിക്കുള്ളൂ. നമുക്ക് ഈ ഒരു അറ്റത്തുള്ള ഈ ഒരു ഇത് തിരിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ വെള്ളം വന്ന ഒരു രീതി, ഇപ്പോൾ പോയിൻ്റായിട്ട് അല്ലെങ്കിൽ റെയിൻബോ രീതിയിൽ, ഈ രീതിയിലൊക്കെ നമുക്ക് മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിക്കും. നമ്മൾ സ്പ്രേ ബോട്ടിൽ കണക്ട് ചെയ്തിട്ട് വെള്ളം സ്പ്രേ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു പത വരാനുള്ള ചാൻസ് കുറവാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോയിൻ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും ഇത് കിടക്കുന്നത്. പോയിൻ്റ് രീതി കിടക്കുമ്പോൾ ആ ഒരു സ്പ്രേ വരില്ല. ശരിക്കും ഒരു റെയിൻബോ രീതിയിലേക്ക് അത് ചേഞ്ച് ചെയ്ത് കൊടുക്കുക നമ്മളിവിടെ തിരിച്ചിട്ട്. എന്നിട്ട് നമ്മൾ സ്പ്രേ ചെയ്യുമ്പോഴാണ് ആ ഒരു പത വരുള്ളൂ. ഈ ബക്കറ്റ് ഫിൽറ്റർ എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പൈപ്പിൽ കണക്ട് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഈ ഒരു ഫിൽറ്ററിൽ ഈ രീതിയിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് ഇത്തരത്തിലൊരു ബക്കറ്റിലോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു എന്തെങ്കിലും ഒരു ടാങ്കിലൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് വെള്ളം വാഷ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. വൺ ഇയറാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ വാറണ്ടി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ താഴെ DB ബോക്സിൽ കൊടുത്തിട്ടുണ്ട്.